അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ രാവിലത്തെ നല്ല അടിപൊളി മഴ കേട്ടോ. തലേന്ന് മഴയായിട്ട് സ്കൂൾ ലീവ് കൊടുത്തതിനും, പക്ഷെ അന്നാണെങ്കിൽ മഴ പെയ്തിട്ടില്ല. ഇന്ന് നല്ല അടിപൊളി മഴയാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ മഴയൊക്കെ കുറച്ച് നോക്കി നിന്നിട്ട് ഞാൻ വേഗം എൻ്റെ പണി അയക്കുകയായിരിച്ചു. വെള്ളിയാഴ്ച ആയതുകൊണ്ട് വേഗം പണിയൊക്കെ തീർക്കല്ലോ. അപ്പം ഞാൻ അടിച്ചേരാൻ വേണ്ടി നിന്ന്. അപ്പം എൻ്റെ മോൻ നീച്ചിട്ടില്ലേ, ഞാൻ ചൂലെടുത്തപ്പം ഓനെ നീച്ച്. അപ്പം ഞാൻ ഓനെ വാക്കറിൽ വേട്ട് ഞാൻ എൻ്റെ പണി തുടങ്ങി. ഉമ്മാണി കറിയൊക്കെ ഉണ്ടാക്കാണ്. നമുക്ക് നെയ്ച്ചോറാക്കാൻ വിചാരിച്ചു. അപ്പം രാവിലത്തേക്കും ഉച്ചക്കത്തേക്കും ഒരു കറി തന്നെ മതിയല്ലോ. അപ്പം ഉമ്മ കറിൻ്റെ പണിയിലാണ്. അനിയത്തി നല്ല അതിമനോഹരമായിട്ട് ഇത് പത്തിരി ചൂടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതാ നമുക്ക് ഉച്ചക്കത്തേക്ക് ഇപ്പോൾ ചീരയൊക്കെ വാങ്ങിക്കൊണ്ട് നിൽക്കണം. അപ്പം ഇന്ന് ചീര ഉപ്പേരിയും നെയ്ച്ചോറും വെണ്ട മുളട്ടതും പിന്നെന്താ ഇറച്ചി പൊരിച്ചതും ഇറച്ചിക്കറിയൊക്കെയാണെന്ന്. ഇറച്ചി ഇസ്റ്റിനാ പറയാം, നിങ്ങളോട് എന്താ പറയൽ? നമ്മളോട് ഇസ്റ്റിനാ പറയൽ. അപ്പോൾ അതുണ്ടാക്കാൻ വിചാരിച്ച്. അപ്പം അതുണ്ടാക്കുന്നുണ്ട്, വെണ്ട മുളകിടുന്നുണ്ട്. പിന്നെ അതാ എനിക്ക് ഇറച്ചി പൊരിക്കുന്നുണ്ട്. എനിക്ക് കറിയത്തെ ഇറച്ചി ഇഷ്ടമില്ല, അപ്പോൾ എനിക്ക് പൊരിക്കാൻ വിചാരിച്ചു. അപ്പം ഞാൻ വേഗം ചീര അരിയട്ടെ കേട്ടോ. Right there on top of the moon, we could sit and do nothing. I wish we were bold to just fly away. I don't wanna care, just be here and I'm good alone. I'll be okay, miss you like an old friend. ഇതാ എൻ്റെ ചീരരിയിലൊക്കെ കഴിഞ്ഞിരിക്കണം. ഇനി ഇതാ ബീഫ് പൊരിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ മസാല ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പം അതിന് വേണ്ടി ജാറൊക്കെ എടുത്ത് വെച്ചിരിക്കണം. അപ്പം 2 ടേബിൾ സ്പൂൺ മുളകും പൊടിയും മഞ്ഞൾപ്പൊടി ബിരിയാണി പൊടി പെരുംജീരകപ്പൊടി ആവശ്യത്തിന് ഉപ്പും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചപ്പ് കരിയപ്പ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ അടിച്ചിട്ട് നല്ലോണം ബീഫിന് പുരട്ടി കൊടുക്കുക. എന്നിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അമ്മ രാവിലെ തന്നെ ഈ പണിയെടുക്കുകയാണ്. എന്നാൽ കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കല്ലോ അടിച്ചിട്ട്. എനിക്ക് പിന്നെ കറിയത്ത് ബീഫ് അത്ര ഇഷ്ടമില്ല. അപ്പം അമ്മയ്ക്ക് വേണ്ടിയിട്ട് പൊരിക്കാൻ വേണ്ടി തന്ന കുറച്ച് ബീഫ് കറിയിലേക്കും. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസൊക്കെ. പിന്നെന്താണ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളെ വർത്താനം എന്താ, സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കിത് അൽഹംദുലില്ലാ റാഹത്താണ്, അങ്ങനെ പോണ്. പിന്നെ നമ്മളെ വീട്ടിലത്തെ കരിയേപ്പിൻ്റെ ലാട്ടോ, നമ്മളെ വീട്ടിലത്തെ കരിയേപ്പിൻ്റെ അവസ്ഥ ആണിത്. തീരെ വണ്ണമില്ല. അപ്പോൾ വണ്ണം വെക്കാനുള്ള ടിപ്സ് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. അങ്ങനത്തെ ബീഫൊക്കെ ഇതാ പൊരിക്കാനുള്ള മസാലയൊക്കെ സെറ്റായിക്കിന്. ഇനി അത് നല്ലോണം ഒന്ന് കായം തേക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഞാൻ സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് തേക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ കൈ നല്ല നീറ്റലേക്കും. Think it's hard how we always wait another day, how we watch things that case for. ഇമ്മ അടിപൊളി വെണ്ടക്ക കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നീ കറിയായിട്ട് വേണം പത്തിരി കഴിക്കാൻ. അപ്പോൾ ഇതിന് അനിയത്തി മോനക്ക് ഫുഡ് എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഫോൺ കണ്ടാലേ ഫുഡ് ഇങ്ങോട്ട് ഇറങ്ങുള്ളൂ. അപ്പോൾ ഫോണും കണ്ടിട്ട് ഓന് ഫുഡ് കഴിക്കുകയാണ്. ഇനി ഓൻ്റെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണം അമ്മക്ക് ചായ കുടിക്കാൻ. പിന്നെ അപ്പോൾ നഴ്സറിയിലൊന്നും പോക്കില്ല. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച നഴ്സറിയിൽ പറഞ്ഞയക്കണം. നമ്മൾ ചായ കുടിക്കട്ടോ. അപ്പോൾ ഇതാണ് നമുക്കിത് പച്ചരിയും വെറ്റടിച്ചതും പിന്നെ ബീഫ് കറിയും വെണ്ട മുളട്ടതും. അങ്ങനെ ഫുഡ് കഴിക്കട്ടെ. അങ്ങനെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞ ശേഷം മോനെ കുളിപ്പിക്കാൻ വേണ്ടി പോവാണ്. മുകളിലേക്ക് പോയരിച്ച് ചുടുവെള്ളത്തിൽ കുളിപ്പിക്കാൻ വിചാരിച്ച്. എനിക്ക് വയ്യാത്തതുകൊണ്ട് കുളിപ്പിക്കല്ലേ, മേല് മാത്രം കേൾക്കലേനും. അപ്പോൾ പിന്നെ ജലദോഷം പിന്നെ മാറിയിട്ടില്ല, പനി പിന്നെ മാറിക്കണം. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴെത്തുമ്പോഴത്തേനും ഉപ്പേരിയൊക്കെ സെറ്റാക്കി വെച്ചേക്കണം. ഇന്ന് കംപ്ലീറ്റ് കുക്കിമ്മേനും. അപ്പോൾ ഞാൻ വെച്ച് ഫേസ് പാക്കൊക്കെ ഇടാൻ വിചാരിച്ച്. പിന്നെ കോഫിയും ഉണ്ട്, പിന്നെ കടലക്കപ്പൊടിയൊക്കെ വാങ്ങിനും. സ്കിന്നൊക്കെ ഒന്ന് കെയർ ചെയ്യണ്ടേ. അപ്പോൾ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഇനി ഡെലിവറി കഴിഞ്ഞ സമയത്ത് നെക്കിൻ്റെ നല്ലൊരു കറുപ്പേനും എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ കുളിപ്പിക്കാൻ വരില്ല, ഈറ്റാരത്തിനാ പറയൽ, അവിടെ എന്താ പറയുക എനിക്കറിയില്ല. അപ്പോൾ ഒരു പറഞ്ഞതേനു ജസ്റ്റ് വെള്ളത്തിൽ കോഫി പൗഡറും ഷുഗറും ആഡ് ചെയ്തിട്ട് നല്ലോണം സ്ക്രബ് ചെയ്താൽ പോകുന്നു. അപ്പോൾ അത് രണ്ടാളും കുളിച്ച് കുട്ടപ്പനായിട്ടിരിക്കുന്നത്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് അനിയത്തി വൈറ്റൊക്കെ ഇട്ടെടുത്തത്. പിന്നെ ഞാൻ ചോറക്കാൻ വേണ്ടി നിന്ന്. അപ്പോൾ തന്നെ ബീഫും പൊരിക്കുക വിചാരിച്ചു. അങ്ങനെ ബീഫ് പൊരിക്കലപ്പുറത്ത് അപ്പുറം ചോറ് വയ്ക്കൽ. അതാണ് ഇപ്പോഴത്തെ പണി. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട്.
പിന്നെ അതാ ഞാൻ വോയിസ് റെക്കോർഡ് എടുക്കണത് രാവിലെയാണ്. ഇപ്പോൾ ഒരു 6 മണിയാവാനായിരിക്കണം. അപ്പോൾ കാക്കയുടെ സൗണ്ട് നല്ലോണം കേൾക്കുന്നുണ്ട്. എന്താക്കാനാണ് അവിടെ സഹിക്കന്നെ. കാക്കയ്ക്ക് സൗണ്ട് ഉണ്ടാക്കണ്ടേ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നേരത്തെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വോയിസ് റെക്കോർഡ് എടുക്കാൻ ഇരുന്നിക്കണം. പക്ഷേ അങ്ങനെ കൊടുക്കും ഡിലീറ്റാക്കും. അങ്ങനെ ഇപ്പോൾ അത് 6 മണിയായിരിക്കണം. അപ്പോൾ കണ്ടോ കാക്കൻ്റെ സൗണ്ട്. അപ്പോൾ അത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് ഇങ്ങനെ എടുത്തോളി. I just don't wanna care. Can you be here? Not good alone. I'll be okay. Miss you like an old friend. Too scared now, thinking I should call up on her. അപ്പോൾ ഇതാ എൻ്റെ ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞ് അത് മോനക്ക് ഫുഡ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം എൻ്റെ പുത്രന് സെറ്റായിട്ടിരിക്കുന്നുണ്ട് ഫുഡ് കഴിക്കാൻ ഫോണൊക്കെ എടുത്തിട്ട്. അപ്പോൾ അത് അവനക്കിത് ഉപ്പേരിയും കറിയും ഇറച്ചി പൊരിച്ചതൊക്കെ എടുത്തിക്കണം. അങ്ങനെ അവൻ്റെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ ഒത്തിരി മതാ മുളകൊടിച്ചതൊക്കെ ഉണ്ടാക്കിയിരിക്കണം. ഇനി ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങണമൊക്കെ വിചാരിക്കുന്നുണ്ട്. നടക്കോ അറിയില്ല. ഞാൻ ഫോണിൽ കളിച്ചിട്ട് ഞാൻ ഉറങ്ങാൻ വേണ്ടി പോകുമ്പോഴേക്കും എൻ്റെ മോനെ നീക്കാം. അപ്പം എൻ്റെ ഉറക്കം അവിടെ തീരും. പിന്നെ ഓനെടുത്തെടുക്കേണ്ടി വരും. അങ്ങനെ ഞാൻ ആസ്വദിച്ചിട്ട് ഫുഡ് കഴിക്കട്ടെ കേട്ടോ. പിന്നെ ഇതാ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കിടക്കാൻ വേണ്ടി പോവാണ്. കിടക്കുമ്പോഴാണ് ഇട്ടടി കണ്ടപ്പോൾ ഒരു കാര്യങ്ങളോട് പറയാൻ വിചാരിച്ചു. ഇത് ഞാൻ +2 പഠിക്കുമ്പോൾ വാങ്ങിയതാട്ടോ. ഞാൻ ടൂറ് പോകുമ്പം ബാംഗ്ലൂർ മൈസൂരിന് പോയത്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതേന് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ എടുത്തുവെച്ച് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് റൂമിൽ വെക്കാൻ വിചാരിച്ചു. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ എന്താണ് കുട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് കളിക്കാൻ കൊടുക്കാൻ. അങ്ങനെ കൊടുത്ത ടെടീൻ്റെ കോലാണിത്. പെണ്ണോണ്ടൊക്കെ വരച്ചിട്ട് ആകെ നശിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഞാനത് എടുത്ത് വെച്ചതാണ്. ഇത്രയും കാലം ഉപയോഗിക്കാതെ എടുത്ത് വെച്ചിട്ട് എൻ്റെ കുട്ടി ആക്കിയതാണിത്. പിന്നെ ഇതാ ടെടീൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് വീഡിയോ എടുത്ത് കയ്യിലും ഒന്ന് ഉറങ്ങാൻ വിചാരിക്കുമ്പോൾ എൻ്റെ മോർണിംഗ് വെച്ച്. പിന്നെ ഓനെടുത്ത് എനിക്ക് ഫുഡൊക്കെ കൊടുത്ത് വൈകുന്നേരമായപ്പോൾ മൂത്ത അമ്മൻ്റെ താത്ത. അപ്പോൾ നമുക്ക് സമൂസൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ മൂത്തൻ്റെ അപ്പുറം ഒരു ചായ കുടിച്ചിട്ട് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് മൂത്ത കൊണ്ടുവന്നിക്കാനും ചായയും കുടിക്കാൻ വിചാരിച്ച്. അപ്പോൾ അതിന് വേണ്ടി പോവാണ്. ഒരു കോഫി ഉണ്ടാക്കി സമൂസയും കഴിച്ച്. അപ്പോൾ ഇപ്പം വന്നപ്പോൾ ഒന്ന് ബേക്കമാട്ടിലേക്ക് പോയായിരിച്ചു. എനിക്ക് ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചില്ലി സോസ് വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. പിന്നെ മോനായിട്ട് പോകുമ്പോൾ എന്തായാലും എക്സ്ട്രാ ബില്ലാവല്ലോ, അത് വേറെ കാര്യം. അപ്പോൾ പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഇതാ ഡ്രാഗൺ ചിക്കൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെന്തൊക്കെ. അപ്പം ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.